സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് ഇതിനെക്കുറിച്ചൊക്കെ കേട്ട് ഇതെന്താണെന്ന് അറിയണമെന്നും ഇതിനെക്കുറിച്ച് പഠിക്കണമെന്നും ട്രേഡ് ചെയ്ത് ക്യാഷ് ഉണ്ടാക്കണമെന്നും ഇൻട്രസ്റ്റ് ഉള്ള ആളുകാർക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കാണുന്നത്. പക്ഷേ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ചാർട്ടും യൂസ് ചെയ്യുന്ന ടേംസും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ കിളി പോയിട്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും കൂടുതലും. ഒന്നാമത്തത് എന്താണ് ഷെയർ മാർക്കറ്റ്? മാർക്കറ്റ് എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് വേണ്ട സാധനം നമ്മൾ മാർക്കറ്റിൽ പോയി വാങ്ങിച്ച് നമ്മുടെ വെക്കുന്നു. ഇതാണ് മാർക്കറ്റ്. അവിടെ ഒരു കച്ചവടമാണ് നടക്കുന്നത്. ഈ സെയിം മെത്തേഡ് തന്നെയാണ് ഷെയർ മാർക്കറ്റിൽ നടക്കുന്നത്. നമുക്ക് വേണ്ട ഒരു കമ്പനിയുടെ ഷെയർ നമ്മൾ ക്യാഷ് കൊടുത്ത് ആ ഒരു കമ്പനിയുടെ ഷെയർ കയ്യിലുള്ള ഒരാളുടെ കയ്യിൽ നിന്ന് നമ്മൾ ഷെയർ വാങ്ങിച്ച് നമ്മുടെ ഹോൾഡ് ചെയ്യുന്നു. ഇതാണ് ട്രേഡിങ്. ഇതിനെ ഓരോ ടൈം പീരീഡും ട്രേഡിംഗ് മെത്തേഡ്സും ഒക്കെ ബേസ് ചെയ്താണ് ഓരോ കാറ്റഗറി ആയിട്ട് തിരിച്ചേക്കുന്നത്. അതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്തായിട്ട് നമ്മൾ നോക്കുന്ന നമ്മൾ ഓരോ സാധനങ്ങൾ പോയി മേടിക്കുന്നത് കടയിലും കാര്യങ്ങളുമാണ്. അതുപോലെ തന്നെ ഈ ഷെയർ മാർക്കറ്റിലും ഇനിയൊരു പ്ലേസ് ഉണ്ട്. നമ്മൾ ഷെയർ വാങ്ങാനും വിൽക്കാനും സഹായിക്കുന്ന ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ട്. നിങ്ങൾ കേട്ട് കാണും NSE BSE എന്നൊക്കെ പറയുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അത് സിമ്പിളായിട്ട് പറഞ്ഞാൽ NSE എന്ന് പറഞ്ഞത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഈ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ സൂചികയായിട്ട് കണക്കാക്കുന്നത് നിഫ്റ്റിയാണ്. നിഫ്റ്റി, സെൻസെക്സ് ഇതൊക്കെ നിങ്ങൾ കേട്ട് കാണും. ഈ നിഫ്റ്റി എന്ന് വെച്ചാൽ NSEയുടെ ഇപ്പോഴത്തെ ഒരു വാല്യൂ നമ്മൾ ചാർട്ട് മനസ്സിലാക്കുന്നത് നിഫ്റ്റിയെ ബേസ് ചെയ്താണ്. നിഫ്റ്റിയാണ് NSEയുടെ ഒരു ഇൻഡെക്സ്. ഇതുപോലെ തന്നെ നേരെ BSEയുടെ വരുവാണെങ്കിൽ BSE എന്ന് പറഞ്ഞാൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ സൂചിക എന്ന് പറയുന്നത് സെൻസെക്സ് ആണ്. സെൻസെക്സ് ആണ് BSEയുടെ ഇൻഡെക്സ്. എങ്ങനെയാണ് ഒരു ഷെയറും കാര്യങ്ങളും മേടിക്കുന്നത്? അവിടെയാണ് ഒരു ഡിമാറ്റ് അക്കൗണ്ടിൻ്റെ പ്രാധാന്യം. ഡിമാറ്റ് അക്കൗണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഒരു ക്യാഷ് ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു 500 രൂപ, ആ 500 രൂപ ഞാൻ എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ കൊണ്ടിടുക. അപ്പോൾ എൻ്റെ കയ്യിൽ ആ പൈസ ഇല്ല, പക്ഷേ ബാങ്ക് അക്കൗണ്ട് അക്കൗണ്ട് എൻ്റെ ആണെങ്കിലും ബാങ്ക് അക്കൗണ്ടിലാണ് ആ പൈസ. എനിക്ക് ആ പൈസ എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. GPay ആണെങ്കിലും അല്ലാതെ ATM കാർഡിലാണെങ്കിലും യൂസ് ചെയ്യാം എങ്ങനെയാണെങ്കിലും. പക്ഷേ എൻ്റെ കയ്യിലല്ല, ഡിജിറ്റലായിട്ടാണ് മണി ഇരിക്കുന്നത്. ഇതുപോലെ തന്നെ നേരെ തിരിച്ച് മാർക്കറ്റിലോട്ട് വരുവാണെങ്കിൽ ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് വേണം. അതിനകത്തായിരിക്കും നമ്മുടെ ഷെയറും കാര്യങ്ങളും ഹോൾഡ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്. ഈ ഡിമാറ്റ് അക്കൗണ്ട് എടുക്കാൻ നമ്മളെ സഹായിക്കുന്ന ഓരോ ബ്രോക്കേഴ്സാണ്. ബ്രോക്കേഴ്സ് എന്ന് പറഞ്ഞാൽ 100 കണക്കിന് ബ്രോക്കേഴ്സും കാര്യങ്ങളും കാണും. പക്ഷേ നമുക്ക് യൂസ്ഫുള്ളും നമുക്ക് ബെറ്ററായിട്ട് തോന്നുന്ന ഒരാളെ ആയിരിക്കണം നമ്മൾ കറക്റ്റായിട്ട് ചൂസ് ചെയ്യേണ്ടത്. അത് ബ്രോക്കറിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുക. അപ്പോൾ ആ ഒരു രീതിയും ചാർജസും ഒക്കെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് നല്ലൊരു ബ്രോക്കറിനെ തിരഞ്ഞെടുക്കാൻ പറ്റുന്നതായിരിക്കും. പിന്നെ ഈ ബ്രോക്കേഴ്സ് എന്ന് പറയുന്ന 2 രീതിയിലുള്ള ബ്രോക്കേഴ്സ് ഉണ്ട്. ഒന്ന് ഡിസ്കൗണ്ട് ബ്രോക്കറും ഒന്ന് ഫുൾ സർവീസ് ബ്രോക്കറും. ഡിസ്കൗണ്ട് ബ്രോക്കർ എന്ന് പറഞ്ഞാൽ അതിൽ ചാർജസും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. നമ്മളൊരു ബൈയും സെല്ല് നടത്തുന്നതിന് 20 രൂപ, ഒരു ബൈ നടക്കുന്നതിന് 20 രൂപയും ഒരു സെല്ല് നടക്കുന്നതിന് 20 രൂപയായി പിടിച്ച് ഫുള്ളായിട്ട് 40 രൂപയാണ് ചാർജസ് അവർ ഒരു ട്രേഡിന് നമുക്ക് എടുക്കുന്നത്. അതുകൂടാതെ ടാക്സും കാര്യങ്ങളൊക്കെ അല്ലാതെ അവർ കുറച്ച് പിടിക്കുന്നതായിരിക്കും. നേരെ ഫുൾ സർവീസ് ബ്രോക്കേഴ്സിൻ്റെ അടുത്ത് വരുവാണെങ്കിൽ അവർ വരുന്ന ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും, അഡ്വാൻസ് ലെവലായിരിക്കും. അതുകൊണ്ട് അവർ നമ്മുടെ കയ്യിൽ നിന്ന് ഹ്യൂജ് ആയിട്ടുള്ള ചാർജസ് ആയിരിക്കും നമുക്ക് പിടിക്കുന്നത്. നമുക്ക് കിട്ടുന്ന 100% പ്രോഫിറ്റ് ഒരു 60% 50% ഇവർക്ക് ചാർജ് കൊടുക്കാനേ കാണത്തുള്ളൂ. അതിൻ്റെ കൂടെ ആയിരിക്കും ഇവർ ടാക്സും കാര്യങ്ങളൊക്കെ ഈടാക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത് ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സ് ആയിരിക്കും. അതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇപ്പോൾ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾ ഡിസ്കൗണ്ട് ബ്രോക്കർ ആയിരിക്കും യൂസ് ചെയ്യുന്നതായിരിക്കും എൻ്റെ സജഷൻ. പിന്നെ എന്താണ് ഈ ക്യാപിറ്റൽ നോക്കുന്നവരോട്? നമ്മൾ ട്രേഡ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനും നമ്മൾ യൂസ് ചെയ്യുന്ന ഡിമാറ്റ് അക്കൗണ്ട് നമ്മൾ ആഡ് ചെയ്തിട്ടിരിക്കുന്ന ക്യാഷിനെയാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ആ ക്യാപിറ്റൽ വെച്ചാണ് നമ്മൾ ഷെയറും കാര്യങ്ങളും നമ്മൾ മേടിച്ച് ഹോൾഡ് ചെയ്ത് പിടിക്കുന്നതും ട്രേഡ് ചെയ്യുന്നതും. പിന്നെ അടുത്തത് ബുള്ളിഷ് മാർക്കറ്റും ബിയറിഷ് മാർക്കറ്റും എന്താണെന്ന് ചോദിക്കുന്നവരോട് പറയാം. ബുള്ളിഷ് മാർക്കറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു കറക്റ്റായിട്ടുള്ളൊരു അപ് ട്രെൻഡിലോട്ട് മാർക്കറ്റ് പോകുന്നതിനെയാണ് ബുള്ളിഷ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഈ നേരെ തിരിച്ച് കറക്റ്റായിട്ട് താഴോട്ട് ഒരു ഡൗൺ ട്രെൻഡിലോട്ട് കറക്റ്റ് മാർക്കറ്റ് കയറിയും ഇറങ്ങി നിൽക്കുന്നതിനാണ് ബിയറിഷ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് ചാർട്ടിലൊക്കെ ആയിരിക്കും കാണുന്നത്. ചാർട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് നിങ്ങൾ യൂസ് ചെയ്യുന്ന ബ്രോക്കർ വഴിയായിരിക്കും. അപ്പോൾ അതുവഴി നമുക്ക് ചാർട്ടും കാര്യങ്ങളും ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളും എല്ലാം നമുക്ക് യൂസ് ചെയ്യാവുന്നതായിരിക്കും. ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളും നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ഫുള്ളായിട്ടുള്ളൊരു കൺഫർമേഷൻ അല്ല. ട്രേഡിങ്ങിൽ നമുക്കൊരു 80% കൺഫർമേഷൻ പറയാൻ പറ്റില്ല. ബാക്കി 20% ചിലപ്പോൾ നമുക്ക് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും മാർക്കറ്റ്. അപ്പോൾ ഈ ഇൻഡിക്കേറ്റേഴ്സൊക്കെ ഒരു 40% നമുക്ക് ട്രസ്റ്റ് ചെയ്ത് നമുക്ക് ആ ഒരു സിഗ്നൽസ് നമുക്ക് ട്രസ്റ്റ് ചെയ്ത് ക്യാച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. ഇതൊരു സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് ബേസിക് ആയിട്ടുള്ള ടോപ്പിക്സ് മാത്രമേ പറയുന്നുള്ളൂ. ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളിലൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് കവർ ചെയ്യാം. പിന്നെ ഏതൊക്കെ രീതിയിലുള്ള മാർക്കറ്റ് ഉണ്ടെന്ന് നോക്കുവാണെങ്കിൽ 3 ടൈപ്സ് ഓഫ് മാർക്കറ്റാണ് നമുക്കുള്ളത്. ഒന്ന് സ്റ്റോക്ക് മാർക്കറ്റ്, ഒന്ന് ക്രിപ്റ്റോ മാർക്കറ്റ്, ഒന്ന് ഫോറക്സ് മാർക്കറ്റ്. ഈ ക്രിപ്റ്റോ മാർക്കറ്റ് ഡിജിറ്റൽ കോയിൻസ് ആണ്. അതൊക്കെ നിങ്ങൾക്ക് ക്രിപ്റ്റോ എന്തോന്ന് അറിയാത്തവർക്ക് പറഞ്ഞാൽ ഇതൊക്കെ ഒരു ഡിജിറ്റൽ കോയിൻസ് ആണ്. ഇതിനൊരു വാല്യൂ മാത്രമേ ഉള്ളൂ. പക്ഷേ അത്
അത് നമുക്ക് കാണാനോ കൈകൊണ്ട് സ്പർശിക്കാനോ ഒന്നും പറ്റില്ല. ഒരു ഡിജിറ്റലായിട്ടുള്ളൊരു വാല്യൂ ആണത് ക്രിപ്റ്റോ എന്ന് പറയുന്നത്. നേരെ തിരിച്ച് ഫോറക്സ് ആകുമ്പോൾ നമ്മൾ ഡോളേഴ്സും കാര്യങ്ങളും കൺവേർട്ട് ചെയ്ത് നമ്മൾ ട്രേഡ് ചെയ്യുന്നതിനാണ് ഫോറക്സ് എന്ന് പറയുന്നത്. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് നമ്മൾ നോർമലായിട്ട് കമ്പനിയുടെ ഷെയറും കാര്യങ്ങളും ട്രേഡ് ചെയ്യുന്നതിനായിരിക്കും നോർമൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഈ 3 ടൈപ്പ് ഓഫ് മാർക്കറ്റാണ് ഇപ്പോൾ കറൻ്റ്ലി അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി ഏതൊക്കെ ട്രേഡിംഗ് മെത്തേഡ്സ് ഉണ്ടെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോ കറക്റ്റായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. എന്നാലും ആ വീഡിയോ മനസ്സിലാവാത്തവർക്ക് വേണ്ടി, അത് നല്ല സ്പീഡാണെന്ന് കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ചെറിയ ചെറിയ ടോപ്പിക്സും കാര്യങ്ങളും ആയതുകൊണ്ടാണ് നമ്മളത് പെട്ടെന്ന് കവർ ചെയ്തങ്ങ് പോയത്. ഇത് ആ വീഡിയോ മനസ്സിലാവാത്തവർക്ക് വേണ്ടി പറയാം. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ കിട്ടുന്ന പൈസ കുറച്ചായാലും ഓരോ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു ഹ്യൂജ് എമൗണ്ട് ആക്കുന്ന രീതി, ഒരു ലോങ് ടൈം എടുത്ത് ഒരു ഹ്യൂജ് എമൗണ്ട് ആക്കുന്ന രീതിയാണ് ഇൻവെസ്റ്റ്മെൻറ്റ്. നേരെ തിരിച്ചടുത്ത് വരുവാണെങ്കിൽ സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരാഴ്ചയോ ഒന്നോ രണ്ടോ മാസമോ കയ്യിൽ ഒരു ഷെയർ വാങ്ങി ഹോൾഡ് ചെയ്ത് അതിൽ നിന്ന് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് സ്വിംഗ് ട്രേഡിങ്. ഇതിൻ്റെ കുറച്ചുകൂടി ഡിസ്റ്റൻസ് കൂടിയതാണ് പൊസിഷൻ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ 1-2 മാസം അല്ലെങ്കിൽ 5 മാസം 6 മാസത്തേക്ക് നമ്മൾ ട്രേഡ് ഹോൾഡ് ചെയ്യുന്നതിനാണ് പൊസിഷൻ ട്രേഡിംഗ് എന്ന് പറയുന്നത്. അടുത്ത കുറച്ചുകൂടി ഇപ്പോൾ പറഞ്ഞതിനെക്കാട്ടി കുറച്ചുകൂടെ റിസ്ക്കും കാര്യങ്ങളും കൂടിയ ഒരു ട്രേഡിംഗ് മെത്തേഡാണ് ഇൻട്രാഡേ എന്ന് പറഞ്ഞാൽ 9:15 മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന 9:15 മുതൽ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന 3:30 വരെയുള്ള ടൈം പീരീഡിൽ നമ്മൾ ട്രേഡ് എടുക്കുകയും എക്സിറ്റ് ചെയ്യുന്ന മെത്തേഡാണ് ഇൻട്രാഡേ. ഇത് റിസ്ക്കും കാര്യങ്ങളും കൂടുതൽ വരും. പ്രോഫിറ്റബിൾ പെർസെൻറ്റേജ് എന്ന് വെച്ചാൽ ഒരു 30-40% ആണ്. ഇത് നല്ല റിസ്ക്കും കാര്യങ്ങളും കൂടുതലാണ്. ലിവറേജും കാര്യങ്ങളും കിട്ടുന്നതുകൊണ്ടാണ് കൂടുതൽ സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡേഴ്സും ഇൻട്രാഡേയിലോട്ട് പോകുന്നത്. പക്ഷേ ഇത് റിസ്ക്കും കാര്യങ്ങളും കൂടുതലാണ്. അടുത്ത ഒരു മെത്തേഡാണ് സ്കാൽപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഏതാനും സെക്കൻഡുകളോ മിനിറ്റുകളോ കയ്യിൽ ഷെയർ വാങ്ങിച്ച് ഹോൾഡ് ചെയ്ത് ചെയ്യുന്നൊരു ട്രേഡിംഗ് മെത്തേഡാണ് സ്കാൽപ്പിംഗ്. ഈ ഒരു ട്രേഡിംഗ് മെത്തേഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൂടുതൽ നേരം മാർക്കറ്റിൻ്റെ ഫ്രണ്ട് ഇരിക്കുകയും ഇൻഡിക്കേറ്റേഴ്സും ചെറിയ പോയിൻറ്റ്സ് ആണെങ്കിലും കറക്റ്റായിട്ട് വാച്ച് ചെയ്ത് ടെക്നിക്കൽ അനാലിസിസ് കൂടുതലും നമ്മൾ വാച്ച് ചെയ്ത് ഈ ഒരു സ്കാൽപ്പിംഗ് മെത്തേഡ് കവർ ചെയ്യാൻ നമുക്ക് പറ്റത്തുള്ളൂ. അത് നല്ല ഡെഡിക്കേഷനും കാര്യങ്ങളും ഉള്ള ഒരു ട്രേഡറിന് മാത്രമേ സ്കാൽപ്പിങ്ങിന് യൂസ്ഫുൾ ആവത്തുള്ളൂ. ഇതിലും നല്ല റിസ്ക്കും കാര്യങ്ങളും കൂടുതലാണ്. കുറച്ച് സമയം കൊണ്ട് പൈസ കയ്യിൽ വരാനും അതേ രീതിയിൽ പൈസ കയ്യിൽ നിന്ന് പോകാനും പെട്ടെന്ന് നമുക്ക് ആ ഒരു മാറ്റം ഉണ്ടാവും. സ്കാൽപ്പിങ്ങിന് ചെറിയ പോയിൻറ്റ്സ് വെച്ചായിരിക്കും ക്യാഷിൻ്റെ ഒരു ഫ്ലോ നടക്കുന്നത്. നല്ല ഇമോഷണലി ഡൗൺ ആക്കാൻ പറ്റുന്ന ഒരു ട്രേഡിംഗ് മെത്തേഡാണ് സ്കാൽപ്പിങ്ങും ഇൻട്രാഡേയും ഓപ്ഷനും ഒക്കെ. ഓപ്ഷൻ ട്രേഡ് എന്ന് വെച്ചാൽ ഇതിൽ ഇപ്പോൾ പറഞ്ഞ ട്രേഡിംഗ് മെത്തേഡ്സിൽ ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ളൊരു മെത്തേഡാണ് ഓപ്ഷൻ ട്രേഡിങ്ങിൽ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പുട്ട് ബൈ, പുട്ട് സെൽ, കോൾ ബൈ, കോൾ സെൽ എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ബേസിക്കായിട്ട് പറയുകയാണെങ്കിൽ ഒരു മോഹവിലയെ അടിസ്ഥാനമാക്കുകയാണ് ഓപ്ഷൻ ട്രേഡിങ്ങിൽ മാർക്കറ്റ് നടക്കുന്നത്. മാർക്കറ്റിൻ്റെ വ്യൂ ഇപ്പം നാളെ 22,500 ഈ മാർക്കറ്റ് എത്തും എന്നെനിക്കൊരു വ്യൂ ഉണ്ടെങ്കിൽ ഞാൻ ആ ഒരു പ്രൈസിൽ വെച്ച്, അത് ഏറ്റവും മുകളിലാണെങ്കിലും താഴെയാണെങ്കിലും ആ ഒരു പ്രൈസ് വെച്ച് ഞാൻ കയ്യിൽ മേടിക്കുകയും അത് കവർ ചെയ്ത് പോകുമ്പോൾ എനിക്ക് പ്രോഫിറ്റ് കിട്ടും. അത് കവർ ചെയ്യാതെ ആ ഒരു പ്രൈസ് റേഞ്ചിന് താഴെ തന്നെ നിൽക്കുവാണെങ്കിൽ എനിക്ക് DK എഫക്റ്റ് അടിക്കും. ഡെൽറ്റ DK എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അത് കൂടുതലും നമുക്ക് മൈനസും കാര്യങ്ങളൊക്കെ അടിക്കും. അതൊക്കെ അടുത്ത വീഡിയോ പറയുന്നതായിരിക്കും. ഇത്രയേ ഉള്ളൂ. ഒരു മോഹവിലയെ അടിസ്ഥാനമാക്കിയാണ് ഓപ്ഷൻ ട്രേഡിംഗ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇൻട്രാഡേയിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന 9:15 മുതൽ ക്ലോസ് ചെയ്യുന്ന 3:30 വരെയുള്ള ടൈം പീരീഡിൽ നമ്മൾ ഷെയർ വിറ്റില്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രോക്കർ സ്ക്വയർ ഓഫ് ചെയ്യുന്നതായിരിക്കും. ഒരു ദിവസത്തേക്ക് എടുക്കുന്ന ട്രേഡ് ആ ഒരു ദിവസത്തേക്ക് മാത്രമേ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ ആ ഒരു 3:30 മുകളിൽ നമ്മളത് ഷെയർ വിറ്റില്ലെങ്കിൽ ബ്രോക്കർ തന്നെ ഫുള്ളായിട്ട് നമുക്കത് സ്ക്വയർ ഓഫ് ചെയ്യുന്നതായിരിക്കും. അതിൽ നിന്നൊരു ഫണ്ട് ആ സ്ക്വയർ ഓഫ് ചെയ്യുന്നതിൻ്റെ ഒരു ചാർജും ആ ബ്രോക്കർ ഈടാക്കുന്നതായിരിക്കും. പിന്നെ ചാർട്ട് എന്തോന്ന് ചോദിച്ചാൽ, ചാർട്ടെന്ന് പറയാൻ നമ്മൾ ഏതൊരു കമ്പനിയുടെ ഷെയർ ആണെങ്കിലും ആ ഒരു ഷെയറിൻ്റെ വാല്യൂ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്കൊരു വ്യൂ കിട്ടുന്നത് ആ ഒരു ചാർട്ട് നോക്കുമ്പോഴായിരിക്കും. ഈ ചാർട്ടിൽ യൂസ് ചെയ്യുന്ന വേറെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ക്യാൻഡിൽസാണ്. നിങ്ങൾക്കറിയായിരിക്കും, ഒരു റെഡും ഗ്രീനും പറഞ്ഞ ഒരു ബാറുകൾ കാണുന്നത്, ഇതാണ് ക്യാൻഡിൽസ്. ഈ ക്യാൻഡിൽസ് ബേസ് ചെയ്ത് നമുക്ക് കൂടുതലും ട്രേഡ്സ് എടുക്കാൻ പറ്റും. ഇതിൻ്റെ ആ ഒരു ഷാഡോയും ബോഡിയും ലോങ്ങർ ബോഡിയും ഡൗൺ ബോഡിയും ഒക്കെ വെച്ച് നമുക്ക് കൂടുതൽ എൻട്രീസും കാര്യങ്ങളൊക്കെ നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. അതിനാണ് ഈ ക്യാൻഡിൽസ് കൂടുതലും യൂസ് ചെയ്യുന്നത്. ഈ ചാർട്ട് നോക്കിയായിരിക്കും നമുക്ക് മാർക്കറ്റും കാര്യങ്ങളൊക്കെ മുകളിലോട്ടാണോ അതോ താഴോട്ടാണോ നമുക്ക് അറിയാൻ പറ്റുന്നത്. ഈ ചാർട്ടിനകത്തായിരിക്കും നമുക്ക് ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെ കൂടുതലും യൂസ് ചെയ്യുന്നത്. ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഷെയർ മാർക്കറ്റ്. ഇത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ഒരു
ഈ ഒരു ലെവലിൽ നിന്നായിരിക്കും നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ വീഡിയോസും കവർ ചെയ്ത് വരുന്നത്. ഇപ്പോൾ ഒരു സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിലായിരിക്കും നമ്മൾ ഫുള്ളായിട്ടും വീഡിയോസ് കവർ ചെയ്യുന്നത്. കറക്റ്റായിട്ട് വാച്ച് ചെയ്യുക. ബൈ.